ഹായ്, നമ്മളുടെ ഫോണിൽ നമുക്ക് ക്യാൻവ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോസ്റ്ററുകൾ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഹലോ, നമസ്കാരം. നമ്മളിന്ന് എങ്ങനെയാണ് ക്യാൻവ വഴി ഒരു പോസ്റ്റർ ഉണ്ടാക്കാമെന്നാണ് പഠിക്കുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പോസ്റ്റർ, മൊബൈൽ വീഡിയോസ്, യൂട്യൂബ് തമ്പനെയിൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണും. അതിൽ നമ്മളിന്ന് പോസ്റ്റർ മേക്കിംഗ് ആണ് പഠിക്കുന്നത്. ഈ പോസ്റ്റർ മേക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള എല്ലാം ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോസ്റ്റർ മേക്കിങ്ങിനുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ആ പോസ്റ്റർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പോസ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ താങ്ക് യു ഒന്നും ഞാൻ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച പോസ്റ്ററിൽ എനിക്ക് ആവശ്യമില്ല. ഞാൻ താങ്ക് യു ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നീല കളർ ചുറ്റും വന്നു. ഇതാണ് നമ്മൾ ഏതിനെയാണ് സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വൈറ്റിൽ ഒരു കോപ്പി വന്നു. കോപ്പി ഞെക്കി കഴിഞ്ഞാൽ അത് കോപ്പിയാവും. ഉണ്ടോ? കോപ്പി ആയതുണ്ടോ? കോപ്പിയാവും. അതിൻ്റെ മുകളിൽ തൊട്ടുപുറത്തുള്ള ഡെലിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡെലിറ്റ് ആവും. വീണ്ടും താങ്ക് യു നമ്മൾ ടച്ച് ചെയ്തു. രണ്ടെണ്ണം വന്നാൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. എഡിറ്റ് ബട്ടൺ ചെക്ക് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡെലിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇതിലുള്ള എല്ലാം ഡെലിറ്റ് ചെയ്യും. അത് ഇമേജ് ആയിക്കോട്ടെ. കണ്ടോ? ഇമേജിന് വന്നാലും ഡെലിറ്റ് ബട്ടൺ വന്നു. കണ്ടോ? അത് മാഞ്ഞു പോയതുകൊണ്ടു. അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് മൊത്തം പേജിന് വേണ്ടി ഡെലിറ്റ് ചെയ്യാം. നമ്മൾ ഡെലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? എല്ലാം ഡെലിറ്റായി. ഇപ്പോൾ പേജ് ക്ലീനായി. ഇതിന് താഴെ ഡിസൈൻ, എലമെൻറ്റ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളിന്ന് എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി ഇതെന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് വരുന്നതാണ്. ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ടച്ച് ചെയ്തപ്പോൾ ആഡ് ഹെഡിങ് വന്നു, സബ് ഹെഡിങ് വന്നു, കുറേ വന്നു. ഇതിൽ ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ ലെറ്റർ എല്ലാം ഭയങ്കര വലിപ്പത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ആഡ് സബ് ഹെഡിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആഡ് സബ് ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ താഴെ വന്ന കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് സെയിൽസ് ആൽക്കെമി. അതാണ് എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. ഞാനത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുവച്ചു. ശേഷം എനിക്കതിൻ്റെ താഴെ വേറൊരു കാര്യം ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ടെക്സ്റ്റ് എടുക്കണം. അപ്പം മുകളിൽ ഞാനിപ്പോൾ എൻ്റെ പേജിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴെ കളർ ഇതെല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് പേജിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പേജിൻ്റെ കളർ മാറാം. കേട്ടോ? പേജിൻ്റെ കളർ മാറണമെങ്കിൽ നമുക്ക് ഇത് ഞെക്കാം. ഞാൻ അതുപോലെ തന്നെ റൗണ്ടിലുള്ള പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിലുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് പേജിൻ്റെ കളർ മൊത്തം മാറണമെങ്കിൽ മാറാം. പക്ഷേ ഞാൻ പേജിൻ്റെ കളർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പേജിൻ്റെ കളർ വൈറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിൽസ് ആൽക്കെമി എടുത്തു. അതിനുശേഷം അത് ക്ലോസ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് ആഡ് സബ് ഹെഡിങ് എടുത്തു. എ ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ്. ഇതിൽ ടിയും എസും സ്മോൾ ലെറ്ററാണ്. എനിക്കത് ക്യാപിറ്റൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടിയുടെയും എസിൻ്റെയും എൻ്റെയും നടുക്ക് ഞാൻ വിരൽ വയ്ക്കുമ്പോൾ കൊണ്ട് അത് സെലക്ട് ചെയ്തതാണ്. അവിടെ വന്നു. അതിനുശേഷം എസ് ഡിലീറ്റ് ചെയ്തു. നമ്മളുടെ കീപാഡിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എസ് അടിച്ചു. ടിയും അതുപോലെ തന്നെ ചെയ്തു. സെലക്ട് ചെയ്തു. ട്രെയിനിങ് അടിച്ചു. അതിനുശേഷം കീപാഡ് ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇതിനെ മുകളിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ്. ഇനി എനിക്കിവിടെ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. കാരണം എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്താലാണ് എനിക്കത് കിട്ടുള്ളൂ. അതിന് മുന്നേ ടെക്സ്റ്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഞാൻ അടുത്ത ഒരു പേജ് എടുത്തിട്ട് 21 days ഫ്രീ സെയിൽസ് ട്രെയിനിങ് ഫോർ all type sales പേഴ്സൺസ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ ഇത് എനിക്ക് 2 ലൈനായിട്ടാണ് വന്നത്. ഈ 2 ലൈനായിട്ട് വന്നപ്പോൾ എനിക്കതിന് ഒറ്റ ലൈൻ ആക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒറ്റ ലൈൻ ആക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണം, എൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ചെറുതാക്കണം. ഇപ്പോൾ ഫോണ്ട് സൈസ് ചെറുതാക്കുമ്പോൾ അത് എന്തായി? ഒറ്റ ലൈനായി. അതിന് എത്ര വേണമെങ്കിലും ചെറുതാക്കാം, എത്ര വേണമെങ്കിലും വലുതാക്കാം. അതിന് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ശേഷം താഴെ എഡിറ്റ്, ഫോണ്ട്, ടെക്സ്റ്റ് സ്റ്റൈൽ, ഫോണ്ട് സൈസ് ഒക്കെ വന്നു. അതിൽ ഫോണ്ട് സൈസ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഫോണ്ട് സൈസിനെ വലുതാക്കി കഴിഞ്ഞാൽ വലത്തോട്ട് നീക്കിയാൽ വലുതാകും, ഇടത്തോട്ട് നീക്കിയാൽ ചെറുതാകും. നമുക്കത് ഒറ്റ ലൈനിലേക്ക് വരുന്ന രീതിയിലേക്ക് ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. ചില സമയങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇതേപോലെ താഴേക്ക് വരും. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ വലിച്ച് വേണമെങ്കിൽ ചെറുതാക്കാം. ഇതിൻ്റെ ഈ
വലതുവശത്തും ഇടതുവശത്തും ഇതുപോലെ നടുക്ക് ഒരു തിക്കായിട്ടുള്ള ഭാഗം ഉണ്ടാവും. അതിവിടെ വലിച്ചിട്ടും നമുക്കിത് ചെറുതാക്കാനായിട്ട് സാധിക്കും. ഇത് കുറേ ഉള്ളത് കൊണ്ടാണ് കുറച്ച് അധികം പ്രാവശ്യം വലിക്കേണ്ടി വരുന്നത്. വലിച്ച് നമുക്ക് ചെറുതാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയും ചെറുതാക്കാൻ സാധിക്കും. ഫോൺ സൈസ് അല്ലെങ്കിലും നമുക്ക് ചെറുതാക്കാനായിട്ട്. ഇനി നമ്മൾ ഫോൺ സൈസ് ഇനി ഇപ്പോൾ ഇത് വന്നു ഒറ്റ ലൈനായി. ഇനി ഫോൺ സൈസ് ചെറുതാക്കണമെങ്കിൽ മൂലയിലുള്ള ആ ഒരു ഭാഗം ഉണ്ടാവും, രണ്ട് മൂലയ്ക്കും അതിനെ ഞാൻ പിടിച്ച് അടിയിലേക്ക് ആക്കുമ്പോൾ ചെറുതാവും, എൻ്റെ ഫോൺ സൈസ് ചെറുതാവും. അതിൽ ഈസി മെത്തേഡാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഫോൺ സൈസ് എടുക്കുന്നു, ചെറുതാക്കുന്നു. ഉണ്ടോ, ചെറുതാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ സൈസിലേക്ക് നമുക്ക് ഫോണ്ട് നമ്മൾ ചെറുതാക്കി. ആവശ്യമുള്ള സൈസിലേക്ക് ഞാൻ ചെറുതാക്കാം. ഇനി എനിക്കിതിൻ്റെ കളർ മാറ്റണം. സെയിൽസ് ആൽക്കമി എന്ന് പറയുന്നതിൻ്റെ കളർ മാറ്റണം. കളർ മാറ്റാനായിട്ട് ഫോണ്ട് സൈസിൻ്റെ തൊട്ടുപുറത്ത് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ആ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ വട്ടത്തിലുള്ള കളർ തൊട്ടു. അവിടെ കളർ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇത് ബ്ലാക്കാണ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള കളറിൽ താഴെ ഇടതുവശത്ത് മൂലയ്ക്ക് ഒരു വൈറ്റ് റൗണ്ട് കണ്ടു. ഈ റൗണ്ടിനെ ഞാൻ സെലക്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവച്ചു. എനിക്ക് വലതുവശത്ത് മൂലയ്ക്ക് കൊണ്ടുവച്ചു. എനിക്ക് അതിൻ്റെ പിങ്ക് കളറല്ല വേണ്ടത്, എനിക്ക് ബ്ലൂ ആണ് വേണ്ടത്. ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തു. അപ്പോൾ കളർ മാറിയത് കണ്ടു. അതുപോലെ തന്നെ ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ്ങിൻ്റെ എനിക്ക് കളർ മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്ലസ്സിൽ ടച്ച് ചെയ്തു. ഞാൻ താഴെ നിന്ന് അതിനെ മുകളിലേക്ക് കൊണ്ടുവച്ചു. അതിനെ ഞാൻ ലൈറ്റ് ബ്ലൂ ആക്കി. ഞാൻ ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ് എന്നാക്കി. നെക്സ്റ്റ് 21 days ഫ്രീ ട്രെയിനിങ്, അതിനെയും ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സെലക്ട് ചെയ്യണം, കളർ ചേഞ്ച് ചെയ്യണം. ഞാൻ അത് ഒരു പച്ചയിലേക്ക് മാറ്റി. ഇതിനെയാണ് പച്ചയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ് പച്ചയിലേക്ക് മാറ്റി. ഇതിനെ ഞാൻ പിങ്ക് കളറിലേക്ക് മാറ്റി. പിങ്ക് കളർ കൂടുതലാണ്, അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അതിനെ മെല്ലെ ഡാർക്കാക്കി എടുത്തു. ഇതാണ് ഞാൻ ചെയ്ത കാര്യം. കളർ മാറ്റാൻ ഇങ്ങനെയാണ്. അതിനുശേഷം ഞാനത് ക്ലോസ് ചെയ്തു. എനിക്ക് എലമെൻ്റ് എടുക്കണം. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് അതിനെ നമ്മൾ ചെയ്യാനാണ്. ഞാൻ എലമെൻ്റ് എടുത്തു. എലമെൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഈ പ്രോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല. അത് പെയ്ഡ് വേർഷനാണ്. ഇത് പെയ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്കത് കിട്ടില്ല. ഞാനിതിൽ നിന്ന് ഒരു സാധനം സെലക്ട് ചെയ്തു. അതിനുശേഷം അതിനെ വലുതാക്കി. ഇതിൻ്റെ പിങ്ക് കളറാണ്. എനിക്ക് കളർ പിങ്ക് അല്ല വേണ്ടത്, ഞാൻ കളർ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഇതിൽ കളർ ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്തു. പകരം വീണ്ടും എലമെൻറ്റ്സ് എടുത്തു. ചില ഇത് അങ്ങനെയാണ്. ഞാൻ ഈ ബ്ലൂ എടുത്തു. ഈ ബ്ലൂ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ബ്ലൂ കളർ ചേഞ്ച് ചെയ്യാം. ഞാനിതിനെ വലുതാക്കി ഇവിടെ വെച്ചു. അതിനുശേഷം ഞാൻ ഈ ബ്ലൂ കളർ മാറ്റി എനിക്ക് യെല്ലോ ആക്കണം. ഞാൻ യെല്ലോ സെലക്ട് ചെയ്തു. യെല്ലോ ആയിട്ടില്ല. യെല്ലോ ഡാർക്കിലേക്ക് പോകാത്തന്നെ ലൈറ്റിലേക്ക് പോകാത്തന്നെ യെല്ലോ ആവുന്നത്. അതിനുശേഷം എനിക്ക് അതിന് ചുറ്റുമുള്ള ബ്ലാക്ക് വേണ്ട, അത് യെല്ലോ തന്നെ മതി. ബ്ലാക്ക് വെച്ചാൽ ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ ആ ബ്ലാക്ക് അവിടെ നിർത്തുന്നു. അതിനുശേഷം എനിക്ക് എന്ത് വേണം, എൻ്റെ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ആഡ് സബ് ഹെഡിങ് എടുത്തു, ടെക്സ്റ്റ് നോക്കി. അതിനുശേഷം നമ്പർ ടൈപ്പ് 9447527402. എൻ്റെ 527 ആണ്. 9447527402. ഇത് സെലക്ട് ചെയ്തു. ഞാൻ ഈ നമ്പറിനെ എടുത്ത് എനിക്ക് അതിൻ്റെ നടുക്ക് വയ്ക്കണം. ഞാൻ നടുക്ക് വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്പർ കുറച്ച് അടുത്തടുത്താണ് നിൽക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്പറിൽ വീണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം കളറിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റർ ബോൾഡ് ആക്കാനുള്ളതാണ്. സ്പേസിങ് എന്ന് പറഞ്ഞാൽ സ്പേസ് കൂട്ടാനുള്ളത്. ഞാൻ ഇതിൻ്റെ സ്പേസ് എടുത്തു. ലെറ്ററിൻ്റെ സ്പേസ് എനിക്ക് കൂട്ടണം. അപ്പോൾ ഞാൻ ലെറ്റർ സ്പേസ് എന്ന് കണ്ടെന്നിടത്ത് ടച്ച് ചെയ്ത് വലത്തോട്ട് നീക്കി. അപ്പോൾ ലെറ്റർ സ്പേസ് കൂടി കണ്ടോ വായിക്കാനായിട്ട്. ലൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ 2-3 ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനുകളെ അടുപ്പം കൂട്ടാനും അടുപ്പിക്കാനാണ്. ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കൂടുതലാണ്. ഞാൻ അതിന് ചെറുതാക്കി, കാരണം അത്ര വലുപ്പം എനിക്ക് ആവശ്യമില്ല. എൻ്റെ നമ്പർ കണ്ടാൽ മതിയല്ലോ. അതിനുശേഷം ഞാൻ ഇതിനെ വീണ്ടും ചെറുതാക്കണം. ഇതിന് ഭംഗിപ്പെടുത്തലൊക്കെ നമ്മളുടെ ഐഡിയ പോലെയാണ്. കളർസ് തിരഞ്ഞെടുക്കുന്നതും ഭംഗിപ്പെടുത്തുന്നതൊക്കെ അത് ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇനി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഗാലറിയിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഗാലറി സെലക്ട് ചെയ്തു. ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗാലറിയിൽ ഇപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, റീസെൻ്റ് എടുത്തു. റീസെൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്താണ് ഞാൻ മുന്നിൽ ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് വരിക. ഞാൻ അതിൽ സർക്കിൾ കട്ടർ എന്ന് പറഞ്ഞൊരു എൻ്റെ ഫോണിലുള്ള ഓപ്ഷനാണ്. അത് ഞാൻ എടുത്തു. അതിൽ ഞാൻ സെയിൽസ് ആൽക്കമിയിലെ ഒരു ലോഗോ എടുത്തു. ആ ലോഗോ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തപ്പോൾ അവിടെ 1 വന്നു, ആഡ് ടു പേജ് വന്നു.
ഞാൻ ആഡ് ടു പേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വലിപ്പം കൂടുതലുണ്ട്, അതിനെ ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മൂലയിലുള്ള ആ വൈറ്റിൽ ഞാൻ ടച്ച് ചെയ്ത് വെറുതെ ഇങ്ങനെ ചെറുതാക്കണം. അതിനുശേഷം ഞാനിത് ഇവിടെ ഒരു കോർണറിൽ കൊണ്ടുവയ്ക്കാം. കോർണറിലേക്ക് സ്യൂട്ടായിട്ടില്ല, അതിനെ വീണ്ടും ഞാൻ ചെറുതാക്കി, ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് ഞാൻ ചെറുതാക്കി. സെയിൽസ് ആൽക്കമിയെ ഞാൻ എനിക്ക് വലുതാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഫോണ്ട് സൈസ് എടുക്കണം, ഫോണ്ടിൻ്റെ വലുപ്പം കൂട്ടണം. കണ്ടോ? അതുപോലെ ഹിപ്നോട്ടിക് സെയിൽസ് ട്രെയിനിങ്ങിലേക്ക് ചെറുതാക്കണമെങ്കിൽ ഫോണ്ട് സൈസ് എടുത്തു, ഫോണ്ട് സൈസ് ചെറുതാക്കി. അതിനുശേഷം 21 days ഫ്രീ ട്രെയിനിങ്ങിന് ഞാൻ മുകളിലേക്ക് വെച്ചു. കോൺടാക്ട് ചെയ്യാനുള്ള എൻ്റെ ഫോൺ നമ്പർ അതിൻ്റെ തൊട്ട് താഴെ വരണം. ഞാനെന്ത് ചെയ്തു, അതിന് നേരെ മുകളിലേക്ക് വെച്ച് വീണ്ടും അടിയിലുള്ള എലമെൻറ്റിനെ എടുത്ത് മുകളിലേക്ക് വെച്ചു. അപ്പോൾ എലമെൻറ്റിൻ്റെ കളർ മാറ്റാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒപ്പം തന്നെ ഇത് നമുക്ക് കുറച്ചാണ് നീക്കേണ്ടതെങ്കിൽ നഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണുന്ന നമ്മളുടെ ടൂൾ ബാറിൽ ഏറ്റവും അറ്റത്ത് നഡ്ജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ താഴേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ സെൻറ്റർ ചെയ്യാനും അതിനെല്ലാം ഈ നഡ്ജാണ് സൗകര്യം. കൈ കൊണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാനിതിൻ്റെ കുറച്ചും കൂടി ചെറുതാക്കാണ്. അതിനുശേഷം നമ്പറിനെ വീണ്ടും ഭംഗിയാക്കാനായിട്ട് നഡ്ജിൻ്റെ അടുത്ത് പോയി വലത്തോട്ട് നീക്കി കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നിൽക്കുക. ഓക്കെ. ഇതിന് ശേഷം എനിക്ക് ഇവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്തു. ഞാൻ സെയിൽസ് ആൽക്കമി എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് കിടക്കുന്നത് എൻ്റെ പോസ്റ്ററിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഞാൻ പോസ്റ്ററിനെ സൈഡിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു, വേറെ സൈഡിലേക്ക് മാറ്റാം. സെയിൽസ് ആൽക്കമിൻ്റെ മെല്ലേനെ കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചു. അതിന് നമ്മൾ പോസ്റ്ററിനെ ഭംഗിയാക്കാൻ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് എവിടെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ നമ്പർ അത് കഴിഞ്ഞിട്ട് അത് നമ്മളുടെ യുക്തിയാണ്, എവിടെ വെച്ചാലാണ് ഭംഗി ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാം. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇനി എനിക്കിവിടെ ഇനിയും കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ട്. എന്ന് ക്ലാസ് ആരംഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ടെക്സ്റ്റ് എടുക്കണം, നമ്മൾ ഇത് ചെയ്യണം. ഈ എലമെൻസിൽ തന്നെ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. എലമെൻസിൽ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം ഗ്രിഡ് കാണാം. ഈ ഫ്രെയിം ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോട്ടോ സർക്കിൾ ആക്കണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മൾ ഫ്രെയിംസിലെ റൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇവിടെ റൗണ്ട് വന്നു. സർക്കിൾ കട്ടർ എടുത്ത് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗാലറിയിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഞാൻ താമരയുടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്തു, അടുത്ത് പേജ് ഇട്ടു. അതിനുശേഷം എനിക്ക് ഇതിനെ സർക്കിൾ കട്ടറിലേക്ക് വെച്ച് സർക്കിൾ ആയിരുന്നു. അതിന് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. കണ്ടോ? സർക്കിൾ കട്ടറിലേക്ക് പോയപ്പോൾ അത് സർക്കിളായി മാറിയത് കണ്ടോ? അത് സിമ്പിളായിട്ട് സർക്കിളായി മാറി. എനിക്കിതിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി അത് മൂവ് ചെയ്യുമ്പോൾ സർക്കിൾ അടക്കാണ് മൂവ് ചെയ്യുക. എനിക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ബട്ടൺ ഞെക്കിപ്പോൾ താഴെ ഡിലീറ്റ് ഇമേജ്, ഡിലീറ്റ് ഫ്രെയിം. അത് ഡിലീറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് മാത്രം ഡിലീറ്റ് ആവും. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ഫ്രെയിം എല്ലാം പോകും. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് മാത്രം പോയി. കണ്ടോ? ഞാൻ അതിന് വീണ്ടും ബാക്ക് എടുത്തു. അതിനുശേഷം വീണ്ടും ഡിലീറ്റ് ബട്ടൺ ഞെക്കാണ്. എനിക്ക് ഫ്രെയിം അടക്കം പോകണം. ഞാൻ ഫ്രെയിം അടക്കം മക്കളാക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ശേഷം നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, എത്ര ഇമേജ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ എത്ര ഇമേജുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ചെറുതാക്കിക്കൊണ്ട് എത്ര ഇമേജ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് ഇതിലുള്ള കുറേ ഓപ്ഷൻസ് വേണമെങ്കിൽ എനിക്ക് അതിലേക്ക് കയറ്റാനായിട്ട് കീപ്പ് ഇറ്റ് സ്മൈൽ കണ്ടോ? അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ തെളിച്ചം കുറവാണെന്ന്, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ തെളിച്ചം കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ട്രാൻസ്പെറൻസി എടുത്തു. ഇത് 100% ഉണ്ട്. ഇത് ഇത്ര തെളിച്ചേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കയറ്റുന്ന ഒരു ഫോട്ടോയാണ് എങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളെടുത്ത സെയിൽസ് ആൽക്കമിയുടെ ഫോട്ടോ ഞാൻ വീണ്ടും എടുക്കും കാണിച്ചു തരാനായിട്ട്. ഞാൻ അതിനെ കോപ്പി ചെയ്തപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒരു കോപ്പി വന്നു. ആ കോപ്പിയെ ഞാനൊന്ന് വലുതാക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അതിനുശേഷം ഞാനിതിലുള്ള ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അതിൻ്റെ ഞാൻ ട്രാൻസ്പെറൻസി കുറയ്ക്കുകയാണ്. കണ്ടോ? ബാക്കിലേക്ക് പോകുന്നത് ട്രാൻസ്പെറൻറ്റ് കുറച്ച് ബാക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ട്രാൻസ്പെറൻറ്റ് കുറച്ചു, ഇവിടെ വന്ന് വെച്ചു. ഞാൻ ഇവിടെ വെച്ച സമയത്ത് എനിക്ക് അത് മുകളിലേക്ക് വരണം, അല്ലെങ്കിൽ താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ വീണ്ടും നമ്മുടെ അടുത്ത് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് അപ്പുറത്ത് ലെയർ പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ടു ബാക്ക്വേഡ് ടു ഫോർവേഡ് ഒക്കെ വരുന്നുണ്ടോ? ഇതിപ്പോൾ ട്രാൻസ്പെറൻസി കുറവായതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ട്രാൻസ്പെറൻസി കൂട്ടിയിട്ട് കാണിച്ചത് കണ്ടോ? ഇപ്പോൾ ബാക്ക് പോയി. ഇപ്പോൾ ഫ്രണ്ടിലാണ് ലെറ്റർ, ബാക്ക് പോയി. എൻ്റെ ഫോട്ടോയാണ് ഫ്രണ്ടിൽ വന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഫോട്ടോ അടിയിലാണ് വേണ്ടത്, ലെറ്റർ മുകളിലാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനത് ഫോട്ടോ സെലക്ട് ചെയ്ത് ട്രാൻസ്പെറൻസിയിൽ പോയി അതിൻ്റെ ഒന്നുകിൽ ട്രാൻസ്പെറൻസിയിലേക്ക് പോയി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൊസിഷനിൽ പോയിട്ട് പൊസിഷൻ ബാക്ക്വേഡ് കൊടുത്താൽ
പൊസിഷൻ നമ്മുടെ ഇമേജ് ബാക്കിലേക്ക് പോയി, ലെറ്റർ മുന്നിലേക്ക് വന്നു. ഇവിടെ എനിക്ക് ഈ ലെറ്റർ അടിയിലേക്ക് പോയപ്പോൾ ആ ലെറ്റർ വായിക്കുന്നില്ല. കാരണം എൻ്റെ ലെറ്ററുകൾ ട്രാൻസ്പെറൻറ്റ് കൂടുതലാണ്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ട്രാൻസ്പെറൻസി പോകുന്നു, എൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കുന്നു. കണ്ടോ, ട്രാൻസ്പെറൻസി നമുക്ക് എത്ര വേണമെങ്കിലും കുറയ്ക്കാം, എത്ര വേണമെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് കീപ് ഇറ്റ് സ്മൈൽ എന്നുള്ളതിനെ ഞാൻ ഒന്ന് ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല, നല്ലൊരു വേർഡ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഫോട്ടോ, എലമെൻറ്റ്, ടെക്സ്റ്റ് എന്നിവ ആഡ് ചെയ്യുന്നത്. എലമെൻറ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എലമെൻറ്റിലുള്ള ഫ്രെയിംസിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്വയർ ഫ്രെയിം, ട്രയാങ്കിൾ, ഇങ്ങനെ പല പല ഫ്രെയിംസ് ഉണ്ട്. ഈ ഫ്രെയിംസൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർ ഉണ്ട്. ഇതിന് ശേഷം നമുക്കിവിടെ ഒരു രൂപയുടെ ലോഗോ വേണം, നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ. അപ്പോൾ നമ്മൾ റുപ്പി എന്നടിച്ച് കഴിഞ്ഞാൽ അവിടെ റുപ്പിയുടെ എലമെൻറ്റ് പോയി റുപ്പി എന്നടിച്ച് കഴിഞ്ഞാൽ റുപ്പിയുടെ കിടക്കുന്നുണ്ട്, റുപ്പിയുടെ ലോഗോ വരും. കണ്ടോ, ഇതിൽ പ്രോ ഇല്ലാത്തത് തവണ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ലോഗോ എടുത്തു. ഈ ലോഗോ ഇവിടെ വന്നിട്ട് എൻ്റെ ഫീസ് എഴുതുമ്പോൾ രൂപ എന്ന് എഴുതാനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കളറ് മാറ്റണം. ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഉടനെ ഇത് മാറ്റി ഇതിലേക്ക് വേറെ ഗ്രീനോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, വൈറ്റോ അങ്ങനെ ഏത് കളറാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യും. അതിൻ്റെ വലിപ്പം ചെറുതാക്കാനായിട്ട് എന്ത് വേണം, നമ്മൾ അതിൻ്റെ കോർണറിൽ കാണുന്ന ആ വൈറ്റിൽ ഞെക്കി മെല്ലേനെ താഴേക്ക് പോയ രൂപയുടെ ലോഗോ ചെറുതാവും. കണ്ടോ, ഇനി നമുക്ക് എത്രയാണ് ഫീസെങ്കിൽ ആ ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് രൂപയുടെ ലോഗോ കൊണ്ട് ചെയ്യേണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എലമെൻറ്റിൽ കയറുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത്. നമ്മൾ ആ റുപ്പി എന്നുള്ളതിന് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക്, കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ പ്രോ എന്നുള്ളത് പെയ്ഡ് വെർഷനാണ്, നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രോ അല്ലാത്ത എടുക്കണം. ഇതിൽ ആനിമേറ്റഡ് ഉണ്ട്. ആനിമേറ്റഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമേജിൽ ആനിമേറ്റഡ് കാണില്ല, വീഡിയോയിലാണ് ആനിമേറ്റഡ് കാണുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലില്ലാത്ത പ്രോ എന്ന് കാണാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടോ, ഞാൻ പ്രോ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്തടുത്ത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു. ഇത് പ്രോ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇതിൽ ക്യാൻവ എന്നും ഈ വാട്ടർ മാർക്കും കാണുന്നത്. ഇത് വാട്ടർ മാർക്ക് മാറണമെങ്കിൽ നമ്മൾ പെയ്ഡ് വേണം. അതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യാം, കാരണം നമുക്ക് വാട്ടർ മാർക്ക് ഇല്ലാത്തതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് പോകുന്നു, എവിടെ സ്ക്രോൾ ചെയ്യുന്നു, എവിടെയെങ്കിലും പ്രോ എന്ന് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും സെലക്ട് ചെയ്യട്ടെ, ഒന്നുകൂടി നോക്കട്ടെ. പ്രോ ട്രൈ 14 days. നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 daysലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയ്ഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയ്ഡ് വേണ്ട. നമ്മൾ വാട്ടർ മാർക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ഇതിലെവിടെയെങ്കിലും തപ്പിയാൽ കിട്ടും. ഇതുപോലെയുള്ള ഇമോജീസ് ഉണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി എൻ്റെ മുൻപത്തെ എലമെൻസിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കളഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കാം. ഞാൻ മുൻപ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫ്രീ എന്നുള്ള ഒരു ലോഗോ കയറ്റണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു നോട്ടീസ് പോലെ നമുക്ക് അടിക്കണം. നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഇത് വലുതാക്കി ഈ കീപ് സ്മൈൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുത്തണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇതിനെ ഡിലീറ്റ് ചെയ്ത് ആവശ്യമില്ല, നമുക്ക് ഇതിവിടെ നിൽക്കട്ടെ. അതിന് ശേഷം ഞാൻ എൻ്റെ ഈ ഫ്ലാഗിനെ ഞാൻ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഞാൻ പൊസിഷൻ എടുക്കണം. പൊസിഷൻ എടുത്ത് ടു ബാക്ക് അടിക്കണം. കണ്ടോ, അതിനുശേഷം കീപ് സ്മൈൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ, അതിനെ നമുക്ക് നിൽക്കണമെങ്കിൽ നീക്കാനായിട്ട് സാധിക്കും. അതിന് സെൻട്രൈസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. കീപ് ഇറ്റ് സ്മൈൽ, അപ്പോൾ അതൊരു ഫ്ലാഗിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ വന്നു. അതുപോലെ നമുക്ക് പലതും ഇതിലേക്ക് എടുത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നതും എലമെൻറ്റ് കയറ്റുന്നതും ഗാലറി കയറ്റുന്നതും. ഇതൊക്കെ പോകാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം, എങ്ങനെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോട്ടോ സ്ക്വയർ ആണെങ്കിൽ സർക്കിളിലേക്ക് ഒരു ഫ്രെയിമിലേക്ക് കയറ്റിക്കൊണ്ട് ചെയ്യാം, ലെറ്റർ എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം, എങ്ങനെ വലിപ്പം കൂട്ടാം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ ആഡ് സബ് ഹെഡിങ് എടുത്തു. അതിനുശേഷം നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഹായ് എല്ലാവരും
യുള്ള ഈ ക്യാൻവ ട്യൂട്ടോറിയൽ മലയാളം വീഡിയോ കണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സ്വന്തമായി പോസ്റ്റർ ഉണ്ടാക്കുവാൻ സാധിക്കും. സ്പെല്ലിങ് തെറ്റി കാരണം അത് ലെറ്റർ മാറി. സാധിക്കും. ഓക്കെ, ഞാൻ ഇത്രയും ലെറ്റേഴ്സ് എടുത്തു. ഈ ലെറ്റേഴ്സ് എടുത്തത് ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതിൻ്റെ ലെറ്റർ സ്പേസ് കണ്ടു. അത് ലെറ്റർ സ്പേസ് ചെറുതാക്കാൻ ഞാൻ ലൈൻ സ്പേസ് ചെറുതാക്കാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ സ്പേസിങ്ങിലെടുക്കണം. സ്പേസിങ്ങിലെടുത്ത് ലെറ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസാണ് മാറുക. ലൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ലൈനുകൾ തമ്മിലുള്ള സ്പേസ് കണ്ടോ, വ്യത്യാസം വരുന്നുണ്ടോ, അടുക്കുന്നുണ്ടോ? ഇത് വായിക്കാവുന്ന രീതിയിലേക്ക് നമുക്കിങ്ങനെ അകത്തി കൊണ്ടുപോകാം, അടുപ്പിച്ചുകൊണ്ട് വലത്തോട്ട് നീക്കി അകലും, ഇടത്തോട്ട് നീക്കി അടുക്കും വെച്ചു. അതിനുശേഷം ഈ ലെറ്ററുകളെല്ലാം നിൽക്കുന്നത് ഒരു വരി നീളത്തിലും അടുത്ത വരി ചെറുതും പിന്നത്തെ വരി നീളത്തിലും പിന്നത്തെ വരി ചെറുതാണ്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഫോർമാറ്റിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡ് ചെയ്യാനാണ്. ഈ സ്ലാഷ് ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ലെറ്ററുകളെല്ലാം ചെരിഞ്ഞ് വരും. യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആവും. കണ്ടോ, അണ്ടർലൈൻ ആവുന്നുണ്ടോ? ഇതിൻ്റെ താഴെ 3 വരകൾ കണ്ടോ? ഈ 3 വര ഫസ്റ്റത്തെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇടതുവശത്ത് ഒരുപോലെ വരും. നേരത്തെ വന്നത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്കായിരുന്നു, ഇപ്പോൾ ഇടതുവശത്താവും. അടുത്തത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന പോലെ, നെക്സ്റ്റ് വന്നാൽ വലതുവശത്താവും. ഇത് വന്നാൽ എല്ലാ ലൈനും ഒരുപോലെയാവും. അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഇതാണ് കുറച്ചും കൂടി ഭംഗി. കാരണം എനിക്ക് ഭംഗി തോന്നിയത് ഇതാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ചെറുതാക്കാണ്. കാരണം ഇത് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഫോണ്ട് സൈസ് എടുത്തു, ഇതിൻ്റെ ചെറുതാക്കി. കണ്ടോ, ചെറുതാക്കും തോറും ലൈനിൻ്റെ എണ്ണം കുറയുന്നത് കണ്ടോ? നിങ്ങൾക്ക് വായിക്കാവുന്ന വലിപ്പത്തിലേക്ക് ഞാൻ മാറ്റി ഉണ്ടാക്കുവാൻ സാധിക്കും. ഹായ്, എല്ലാവരും ഇവിടെയുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് യുള്ള ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ യുള്ളേരെ മുന്നിൽ ഞാൻ ഒരു ഇത് വെച്ച് അതിനെ ഡിലീറ്റ് ചെയ്ത് ഇവിടെയുള്ള ഈ ക്യാൻവ ട്യൂട്ടോറിയൽ മലയാളം വീഡിയോ കണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സ്വന്തമായി പോസ്റ്റർ ഉണ്ടാക്കുവാൻ സാധിക്കും. അതിനെ എനിക്ക് കളറൊന്ന് മാറ്റണം. ഞാനെന്ത് ചെയ്യണം? നേരെ കളറിലേക്ക് പോകണം. നമുക്കിഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. മെറൂൺ എടുത്തു. എനിക്ക് തോന്നി ഇതിനൊന്ന് ബോൾഡാക്കാമെന്ന്. കാരണം ചെറുതായപ്പോൾ ബോൾഡായി അത്രയും ഭംഗി ഉണ്ടാവും തോന്നി. ബോൾഡാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നൈസായി. ഞാൻ ഇതിനെ മെല്ലാനൊന്ന് ഇതിൻ്റെ കണ്ടോ സാധിക്കും എന്നുള്ളതും കൂടി അവിടെ വരെ ഒന്ന് നോക്കട്ടെ. നമുക്ക് ഇത് ഇങ്ങനെയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കൈകൊണ്ട് നോക്കാത്തൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് ചെറുതാക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ നേരത്തെ ഇത് വലിപ്പം കൂട്ടിയതുകൊണ്ട് ഞാൻ ചെറുതാക്കി ഇവിടെ വെച്ചു. സാധിക്കും കഴിഞ്ഞാൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളാണ് നോക്കേണ്ടത്, നമ്മുടെ ഇതിൽ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഞാനിതിൻ്റെ ഗ്യാപ്പ് കുറച്ചും കൂടി കൂട്ടാനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സ്പേസിങ്ങിലേക്ക് പോകണം. ലൈൻ സ്പേസ് കുറച്ച് കൂട്ടി. കണ്ടോ, ഇതാണ് നമുക്ക് ലൈൻ സ്പേസ് കൂട്ടാനും ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും കൂടി പറയാം. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു പോസ്റ്റർ എടുത്തു. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം അതിന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്തു. പലതും നമ്മൾ ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് ബോൾഡാക്കുക എന്നും എങ്ങനെയാണ് ചെരിക്കുക എന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കളർ മാറ്റാൻ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ എലമെൻസിലേക്ക് പോയി. എലമെൻസിൽ കയറി എന്തൊക്കെ എലമെൻറ്റുകൾ എടുക്കാൻ അതിൽ നിന്ന് സാധിക്കും. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ എടുത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുശേഷം ഞാൻ ഒരു ലെങ്തി പോസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലൈൻ സ്പേസ് എങ്ങനെ കൂട്ടാം, ലെറ്റർ സ്പേസ് എങ്ങനെ കൂട്ടാം, കളർ എങ്ങനെ മാറ്റാം, അതിനെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി. അതിനുശേഷം ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നോക്കിയത് ഈ സെയിൽസ് അലക്കബിയുടെ മുകളിലേക്ക് കുറച്ച് കട്ടിങ് ഉണ്ട്. നമ്മളത് സെർച്ച് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് കുറച്ചടിയിലേക്ക് ഇറക്കണം. കണ്ടോ, ഫുൾ റൗണ്ട് അവിടെ കിട്ടും. ഇതാണ് നമ്മൾ ക്യാൻവയിൽ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇനി ഇതിനെ അപ്ലോഡ് ചെയ്യണം.
അപ്ലോഡ് ചെയ്യാനായിട്ട് മുകളിൽ ഒരു ഏരോ മാർക്ക് കണ്ടോ, മുകളിലേക്കുള്ള ഒരു ഏരോ മാർക്ക്, ആ ഏരോ മാർക്ക് ടച്ച് ചെയ്താൽ അപ്ലോഡ് ആവും. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ആക്കാം. ഞാനിപ്പോൾ അപ്ലോഡ് ബട്ടനാണ് ഞെക്കുന്നത്. അപ്പോൾ ഡൗൺലോഡിലേക്ക് പോകുന്നു, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡൗൺലോഡ് ബട്ടൺ ഞെക്കുമ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നു. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിൽ ഈ ഇമേജ് കിടക്കുന്നുണ്ടായിരിക്കും. നേരിട്ട് നമ്മൾ അയക്കണമെന്നില്ല, നമ്മുടെ ഗാലറിയിൽ ഇമേജ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാൻവയിൽ എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ഇമേജ് ഉണ്ടാക്കുക, ഒരു പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇത് കണ്ട് ഇതുപോലെ നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കുക. പോസ്റ്റർ ഉണ്ടാക്കി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുക. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടു ആൾ.